അട്ടിമറി നടത്തി അമേരിക്ക റാഞ്ചിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിലെ ജയിലിലെത്തിച്ചു. അമേരിക്കയിലേക്ക് ലഹരിമരുന്നും ആയുധങ്ങളും എത്തിച്ചു എന്ന കുറ്റത്തിനാണ് മദുറോയെ വിചാരണ ചെയ്യുക. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് ഇന്ത്യയുടെ പ്രതികരണം. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അമേരിക്കൻ നടപടിക്കെതിരെ ഇടതു പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇപ്പോൾ ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, ഒറ്റ ദിവസം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തോട്? ഇനി എന്താണ് അമേരിക്കയുടെ അടുത്ത നടപടി? ശ്രീജിത്ത്. ഉന്മേഷ്, ഇന്നലെയാണ് ഈ വലിയ വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ ആക്രമണവും അതിനുശേഷം വെനസ്വേലൻ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ബന്ദികളാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഇന്നലെ രാത്രിയോടും ഇന്ന് പുലർച്ചയോടും ഏതാണ്ട് അവരവിടെ അമേരിക്ക അവരെ വെനസ്വേലയിൽ എത്തിക്കുകയും ഉടൻ തന്നെ, അതായത് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അവരെ ഉടൻ തന്നെ വിചാരണയ്ക്ക് വിധേയനാക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ അവർ ന്യൂയോർക്കിലെ ഡിറ്റൻഷൻ സെന്ററിൽ വിചാരണ നടത്താനായിട്ട് അവരെ കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ വേഗം ഇന്ന് തന്നെ വിചാരണ ആരംഭിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും വലിയ പ്രതികരണങ്ങളാണ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ സമ്മിശ്ര പ്രതികരണം എന്ന് വേണം പറയാൻ. കാരണം സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ മറ്റൊരു രാജ്യം ആക്രമണം നടത്തുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അതിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം മുൻകാലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ വെനസ്വേലയിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കാണാൻ കഴിയുന്നത്. ഇന്നലെ കടുത്ത രൂപത്തിൽ പ്രതികരിക്കാത്ത രാജ്യങ്ങൾ ഇന്ന് വളരെ മയപ്പെടുത്തിയുള്ള പ്രതികരണത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്കയ്ക്കെതിരെ വലിയ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇന്നലെയൊന്നും ഇക്കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഇറാനും റഷ്യയും മാത്രമാണ് വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ന് ആ രൂപത്തിലേക്ക് പ്രതിഷേധത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ആശങ്കയാണ് ഇന്ത്യയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂബയും. അത് മാത്രമല്ല, ഇതിന്റെ മറ്റൊരു വശത്തിലേക്ക് ചിന്തിച്ചാൽ ഇന്ന് വീണ്ടും ട്രംപ് പറയുന്നത്, അതായത് വെനസ്വേലയിൽ ആക്രമണം നടത്തുന്ന അവിടുത്തെ പ്രസിഡന്റിനെ ലഹരിക്കടത്തിന്റെ പേരിൽ, ഭീകരവാദത്തിന്റെ പേരിലൊക്കെ അത്തരം കുറ്റകൃത്യങ്ങളുടെ പേരിൽ വെനസ്വേലൻ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ബന്ദിയാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വിചാരണയ്ക്ക് വിധേയരാക്കാൻ പോകുന്നു. അതിന്റെ മറ്റൊരു തലത്തിലേക്ക് ട്രംപിന്റെ കാര്യത്തിലേക്ക് പോയാൽ ട്രംപ് ഇന്ന് പറയുന്നത്, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വെനസ്വേലയിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ ക്യൂബയിലേക്കും മെക്സിക്കോയിലേക്കും കൊളംബിയയിലേക്കും പോകും. ഈ മൂന്ന് രാജ്യങ്ങളും വെനസ്വേലയ്ക്ക് സമാനമായി ഇത്തരം ലഹരിക്കടത്തിന്റെ കേന്ദ്രങ്ങളാണ്. അവിടെയും ഞങ്ങൾ ഇടപെടും, അവിടെയും സൈനിക നടപടികൾ ഉണ്ടാകും എന്നൊരു ഭീഷണി കൂടി ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ് ഇന്നലെ നടത്തിയ വെനസ്വേലൻ ആക്രമണത്തിന്റെ തുടർച്ചയായി ലോകരാജ്യങ്ങളും വളരെ ആശങ്കയോടെ കാണുന്ന ഒരു കാര്യം. അതായത് ക്യൂബയും മെക്സിക്കോയും കൊളംബിയയും എല്ലാം ഇപ്പോൾ വെനസ്വേലയ്ക്ക് സമാനമായി, അല്ലെങ്കിൽ വെനസ്വേല നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കടത്തിന് സമാനമായുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന രാജ്യങ്ങളാണ് എന്നൊരു ആരോപണം കൂടി ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ വ്യാപകമായി ഇടപെടാൻ, ലാറ്റിൻ അമേരിക്ക മാത്രമല്ല അമേരിക്കൻ ഭാഗത്തും വ്യാപകമായി സൈനികമായി ഇടപെടാൻ ട്രംപ് തയ്യാറാകുന്നു എന്നൊരു സൂചനയാണ് ഈ യുദ്ധത്തിന്റെ, ഈ ആക്രമണത്തിന്റെ ബാക്കി പത്രമായി കാണേണ്ടത്. എന്തായാലും വെനസ്വേലൻ പ്രസിഡന്റിനെയും കുടുംബത്തെയും ഉടൻ തന്നെ കൂടുതൽ കുറ്റവിചാരണയ്ക്ക് വിധേയരാക്കും. അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലും ന്യൂയോർക്കിലും എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു കാര്യം, വെനസ്വേലയിൽ ഇനി ആരായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അതിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ പ്രസിഡന്റിനെ അമേരിക്ക ബന്ദിയാക്കി കൊണ്ടുപോയ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി അവിടെ ഇപ്പോൾ ഉള്ളത് ഡെൽസി റോഡ്രിഗസ് എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് ആണ്. ആ വൈസ് പ്രസിഡന്റ് അടിയന്തരമായി അധികാരം ഏറ്റെടുക്കണം, വെനസ്വേലയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രവുമല്ല, ട്രംപിന് വളരെ വേണ്ടപ്പെട്ട, ട്രംപുമായി വളരെ സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന നൊബേൽ സമ്മാന ജേതാവ് ഒരുപക്ഷെ വെനസ്വേലയുടെ പ്രസിഡന്റ് ആകും, അധികാരത്തിലേക്ക് വരും എന്നൊരു രൂപത്തിലുള്ള പ്രചാരണമൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപ് തന്നെ നേരിട്ട് പറയുന്നു, അവർ ഇപ്പോൾ ഇനി ഒരു പ്രസിഡന്റ് ആകാനുള്ള യോഗ്യതയോ അല്ലെങ്കിൽ അതിനുള്ള പിന്തുണയോ അവർക്ക് ആ വെനസ്വേലൻ രാജ്യത്തില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ട്രംപിന്റെ പിന്തുണയും ഡെൽസി റോഡ്രിഗസിന് തന്നെ ആകാനാണ് സാധ്യത. അതുകൊണ്ട് വെനസ്വേലയിൽ പൂർണ്ണമായും അധികാരം അമേരിക്ക കൈയാളുമെന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ ഒരു പാവ സർക്കാരോ അല്ലെങ്കിൽ അമേരിക്ക കൂടി നിയന്ത്രിക്കുന്ന ഒരു സർക്കാരോ ഉടൻ തന്നെ വെനസ്വേലയുടെ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും പൂർണ്ണമായും വെനസ്വേലയെ കീഴടക്കി വെനസ്വേലയുടെ അധികാരം പൂർണ്ണമായി എടുത്ത് അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് വെനസ്വേലയെ കൊണ്ടുപോകുന്നതാണ് കണക്കാക്കുന്നത്. ഇതിന്റെ മറ്റൊരു വശത്തേക്ക്, വെനസ്വേലയിൽ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ അവിടുത്തെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ട്രംപും അമേരിക്കയും ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്നൊരു ആരോപണവും എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. ആ വാദത്തെ കൂടുതൽ അനർത്ഥമാക്കുന്ന രൂപത്തിൽ അവിടുത്തെ എണ്ണപ്പാടങ്ങൾ നിയന്ത്രിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പ്രഖ്യാപനം കൂടി ഇന്ന് ട്രംപിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇന്നലെ പ്രാഥമികമായി നൽകിയ സൂചനയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ന് പൂർണ്ണമായും എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണം അമേരിക്കൻ കമ്പനികൾ ഏറ്റെടുക്കുന്നു എന്ന രൂപത്തിൽ കൂടി വാർത്തകൾ വരുന്നുണ്ട്. ഉന്മേഷ്. ശരി, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.